ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ടീച്ചർ പുതിയൊരു പാഠമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? യൂണിറ്റിൽ തന്നിരിക്കുന്ന ശീർഷകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ശീർഷകം? കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്നാണ് നമ്മളുടെ ശീർഷകത്തിന്റെ പേര് അല്ലേ? അപ്പം എന്താണ് ആ കണ്ണു വേണം ഇരുപുറം എന്ന് പറയുന്ന ആ വാക്കിന്റെ ആ വരിയുടെ അർത്ഥം എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്തായിരുന്നു അതിന്റെ ആശയം? എന്തായിരുന്നു? കോഴി എന്ന് പറയുന്ന കടമ്മനിട്ട അല്ലെ രാമകൃഷ്ണൻ എഴുതിയിരിക്കുന്ന കവിതയിലുള്ള ഒരു വരിയാണ് അല്ലെ. അമ്മ കോഴി കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലെ. അതീവ ജാഗ്രത ഉണ്ടായിരിക്കേണ്ട ജീവിതത്തെ എൻ്റെ എല്ലാ നിമിഷങ്ങളിലും എന്ത് ചെയ്യണം? നമുക്ക് അപ്പുറവും ഇപ്പുറവും താഴെയും മുകളിലൊക്കെ കണ്ണുണ്ടാവണം അല്ലെ. ഉൾക്കണ്ണും അകക്കണ്ണും ഒക്കെ നമുക്ക് വേണം അല്ലെ. എപ്പോഴും എന്താണ് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കോഴി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഴിയുടെ കവിതയായിരുന്നു അല്ലെ. അപ്പൊ അതിലുള്ള വരിയാണ് ഏതെന്ന് പറയുന്നത്? കണ്ണു വേണം ഇരുപുറം എപ്പോഴും എന്ന് പറയുന്ന വരിയെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ ഈ രണ്ടാമത്തെ യൂണിറ്റില് നമുക്ക് പഠിക്കാനുള്ളത് 3 പാഠഭാഗങ്ങളാണ്. 2 മത്സ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കഥാഭാഗമുണ്ട്. ആരാ എഴുതിയെന്നറിയാമോ? അംബികാസുധൻ മാങ്ങാട്. അദ്ദേഹം കാസർഗോഡ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിലുള്ള ഒരു അധ്യാപകനാണ് ആയിരുന്നു. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളും നോവല് അല്ലെ ഒരുപാട് ചെറുകഥകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആര്? അംബികാസുധൻ മാങ്ങാട് കേട്ടോ. ടീച്ചർ പതിയെ പറഞ്ഞുതരാം. ഇനി കിട്ടും പണമെങ്കിൽ ഇപ്പോൾ അല്ലേ. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു തുള്ളൽ കൃതിയാണ്. കുഞ്ചൻ നമ്പ്യാർ എഴുതിയിരിക്കുന്ന ധ്രുവചരിതം എന്ന് പറയുന്ന തുള്ളലിലുള്ള ഒരു കുറച്ച് ഭാഗമാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ അല്ലെ. എല്ലാ കാലത്തും എന്ത് ചെയ്യാണ്? പൈസേന്റെ പുറകെ അല്ലെ ദുരാഗ്രഹം മൂത്ത് ഓടി നടക്കുന്ന കുറേ മനുഷ്യരെയാണ് എന്ത് ചെയ്യുന്നത്? കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന തുള്ളൽ കൃതിയിലൂടെ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിക്കുന്നത്. ഇനി തേൻകനി എന്ന് പറയുന്ന ഒരു നാടകമാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടി വയലാർ വാസുദേവൻ പിള്ള എഴുതിയിരിക്കുന്ന അല്ലെ. ഡോക്ടർ വയലാർ വാസുദേവൻ പിള്ള എഴുതിയിരിക്കുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു നാടകമാണ് തേൻകനി എന്ന് പറയുന്ന നാടകം. അപ്പൊ ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ പോകാം. എങ്ങോട്ട് പോകാം? 2 മത്സ്യങ്ങളിലേക്ക് പോകാം കേട്ടോ. അപ്പൊ 2 മത്സ്യങ്ങൾ, 2 നെടുംചൂരി മത്സ്യങ്ങളാണ്. ഈ മത്സ്യങ്ങൾ തമ്മിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി, അവരുടെ ഫാമിലി ലൈഫിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങള് ഇതൊക്കെയാണ് നമ്മളുടെ ഈ കഥ പറയുന്നത്. പിന്നെ കഥയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ പുതിയ കാലത്ത്, ആധുനിക കാലത്ത് മനുഷ്യര് ഇത്തരം കുഞ്ഞു മത്സ്യങ്ങളോടാണെങ്കിലും അല്ലെ പ്രകൃതിയോടാണെങ്കിലും അല്ലെ തന്നേക്കാൾ ചെറിയതിനെ എല്ലാം ചവിട്ടി അരച്ച് വികസനത്തിന് വേണ്ടി ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന മനുഷ്യന്റെ ആ ഒരു ദുരാഗ്രഹത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും. അനുദിനം മനുഷ്യൻ ഇങ്ങനെ പ്രകൃതിയുടെ മേലെ ഏൽപ്പിക്കുന്ന എല്ലാ തരത്തിലുമുള്ള അല്ലെ പരിക്കുകളെ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഭീഷണികളെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കഥയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 മത്സ്യങ്ങളുടെ കഥയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് എഴുതിയത് ആരാന്ന് ടീച്ചർ പറഞ്ഞു? ഡോക്ടർ അംബികാസുധൻ മാങ്ങാടാണ്. അദ്ദേഹം 1962 ഒക്ടോബറിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഉത്തരാധുനിക ചെറുകഥാകൃത്തുകളിൽ പ്രമുഖനാണ്. തിരക്കഥ എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്, നോവൽ എഴുതിയിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ അദ്ദേഹം അധ്യാപകനാണ്. ഇങ്ങനെ ഒരുപാട് മേഖലയിൽ പ്രസക്തനായിട്ടുള്ള ആളാണ് ആര്? അംബികാസുധൻ മാങ്ങാട് കേട്ടോ. കുന്നുകൾ പുഴകൾ, രാത്രി, 2 മുദ്ര, ജീവിതത്തിന്റെ മുദ്ര, കൊമേഴ്ഷ്യൽ ബ്രേക്ക്, വാലില്ല കിണ്ടി, ഒതേനന്റെ വാള്, മരക്കാപ്പിലെ തെയ്യങ്ങൾ, 2 മത്സ്യങ്ങൾ, ഓർമ്മകളുടെ നിണബലി, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം മലയാള സാഹിത്യത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ഒരു നോവലാണ് എൻ മകജെ എന്ന് പറയുന്ന നോവൽ. അത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അംബികാസുധൻ മാങ്ങാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എൻ മകജെ എന്ന് പറയുന്ന ഒരു കൃതി എന്ത് ചെയ്യണം? നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യാം? പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ എൻ മകജെ എന്ന് പറയുന്ന നോവൽ കേട്ടോ. അപ്പൊ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് പരിസ്ഥിതിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും ഇപ്പൊ നമ്മളുടെ കഥയോട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. 2 മത്സ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കഥയില്ലടാ. ആ കഥയുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന നോവലാണ് ഇത് എൻ മകജെ എന്ന് പറയുന്ന നോവൽ. കാരണം നോവലിലും ചർച്ച ചെയ്യുന്ന എന്താണ്? പ്രകൃതിക്ക് നേരെ മനുഷ്യൻ ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ നോവലും ചർച്ച ചെയ്യുന്നത് അല്ലെ. അപ്പം കാസർകോട്ട് കാഞ്ഞങ്ങാട് അല്ലെ എൻ മകജെ എന്ന് പറയുന്ന ഒരു ഗ്രാമം, എൻഡോസൾഫാൻ എന്ന് പറയുന്ന വിഷവാതകത്തിന് അവിടെ നിറയെ കശുവണ്ടി ഉണ്ട്. കണ്ടിട്ടില്ലേ? ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാ? ഞങ്ങളുടെ നാട്ടിൽ കശുവണ്ടി എന്ന് പറയും അല്ലെ. പറങ്കി മാവ് എന്ന് പറയും. അത് പറങ്കികൾ കൊണ്ടുവന്നെയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം പറങ്കി മാവ് എന്ന് പറയുന്നത്. അങ്ങനെ പല അല്ലെ നമ്മുടെ ഈ നട്ട്സ് ഉണ്ടാവുന്ന അല്ലെ
അണ്ടിപ്പരിപ്പ് ഉണ്ടാവുന്ന അതിനെയാണ് എന്ത് പറയുന്നത്, പറങ്കിമാങ്ങ അല്ലെങ്കിൽ പറങ്കിമാവ് അല്ലെങ്കിൽ എന്താണ് കശുവണ്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന് തളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭീകരമായിട്ടുള്ള കീടനാശിനിയാണ് എന്ത് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീടനാശിനി ഉപയോഗിച്ച് കാസർഗോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വാർത്തയിലൊക്കെ വലിയ തലയും അല്ലെ, നമുക്ക് കണ്ടാൽ തന്നെ ദയനീയത തോന്നുന്ന, സങ്കടം തോന്നുന്ന, ജീവിതത്തിലേക്ക് ഒരിക്കലും സാധാരണ കുഞ്ഞുങ്ങളെ പോലെ മനുഷ്യരെ പോലെ അല്ലെ നടക്കാനും ഇരിക്കാനും ഓടാനും ഒന്നും സാധിക്കാതെ എത്രയോ കുഞ്ഞുങ്ങൾ അല്ലെ, എത്രയോ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കീടനാശിനിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഭീകരമായ രീതിയിൽ കാസർഗോഡിലെ ഉൾഗ്രാമ പ്രദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സാങ്കല്പികമായിട്ട് ഒരു ഗ്രാമം അല്ലേ, ഇത് സാങ്കല്പികമല്ല, റിയൽ ആയിട്ട് ഉള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവത്തെ അല്ലേ, പ്രകൃതിയുടെ ഈ ഒരു അല്ലെ, പ്രകൃതിക്ക് മേലെയുള്ള മനുഷ്യന്റെ ഈ ഒരു കടന്നുകയറ്റത്തെ, പ്രകൃതി ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഈ ദുഷ്പ്രവൃത്തികളെ മുൻനിർത്തിക്കൊണ്ട് എൻ മകജെ എന്ന് പറയുന്ന ഒരു നോവൽ ആരെഴുതിയിട്ടുണ്ട്, നമ്മുടെ അംബികാസുധൻ മാങ്ങാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നോവലുകളായാലും കഥകളായാലും ഒക്കെ തന്നെ പ്രകൃതി അല്ലെ, പ്രകൃതി സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്, രണ്ട് മത്സ്യങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കവായി കായൽ അല്ലേ, കവായി കായൽ എന്ന് പറയുന്ന ഒരു കായലുണ്ട് കേട്ടോ. ആ കായലിൽ നിന്ന് ശൂലാപ്പ് കാവിലേക്ക് എന്തിനു പോവാണ്, മുട്ടയിടാൻ വേണ്ടി പോകുന്ന രണ്ട് നെടുഞ്ചൂരി മത്സ്യങ്ങളുടെ കഥയാണിത് കേട്ടോ. അപ്പൊ ഇവരെവിടെയുള്ളത്, കവായി കായലിലാണ് ഉള്ളത്. അപ്പൊ അവർക്ക് എവിടേക്ക് പോകണം, ശൂലാപ്പ് കാവ് എന്ന് പറയുന്നത് വളരെ പവിത്രമായ നിറയെ മരങ്ങളൊക്കെ ഉള്ള ഒരു ദേവിയൊക്കെ കുടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു കുളമുണ്ട്, അവിടെ ഭയങ്കര എന്താ പറയാ, ശുദ്ധമായ ജലം നിൽക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ അവിടെയാണ് ആരുള്ളത്, നമ്മളുടെ അവിടേക്ക് എത്തണം അല്ലെ. ഈ നെടുഞ്ചൂരി മത്സ്യങ്ങൾ ശുദ്ധജലത്തിൽ മാത്രമേ മുട്ടയിടുള്ളൂ. അവര് കായലിലെ വെള്ളത്തിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മുട്ടകളൊക്കെ അല്ലേ നശിച്ചു പോകും. അപ്പോൾ അവർ മുട്ടയിടാനുള്ള കാലമാകുമ്പോൾ മഴ പെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, ആ വെള്ളം ഉണ്ടാകുമ്പോൾ അല്ലേ, വെള്ളത്തിൽ കൂടെ അല്ലേ പോകാൻ പറ്റുമോ. അങ്ങനെ നമ്മൾ മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്ത് എവിടെ എത്തുന്നത്, നമ്മളുടെ ശൂലാപ്പ് കാവിലെത്തുന്നത്. അങ്ങനെ ശൂലാപ്പ് കാവിൽ നിന്നും എന്ത് ചെയ്യുന്നു, മുട്ടയിട്ടിട്ട് അവർ കുഞ്ഞുങ്ങളുമായിട്ട് തിരിച്ചു വരും. അങ്ങനെ അവർ വീണ്ടും കവായിക്കാലെ ആ കുഞ്ഞുങ്ങളോടൊപ്പം വളർന്ന് അങ്ങനെയാണ് അവരുടെ തലമുറകളായിട്ട് എന്ത് ചെയ്യുന്നത്, അവരുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഒടുവിൽ ആരും പോവാൻ സമയമായി, നമ്മളുടെ ഈ നെടുഞ്ചൂരി മത്സ്യങ്ങൾ അല്ലേ, അഴകനും പൂവാലിയും എന്നാണ് കേട്ടോ. അഴകനും പൂവാലിയാണ്. ഇവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമുള്ള അല്ല, രണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഭയങ്കര സ്നേഹമുള്ള രണ്ട് ഭാര്യയും ഭർത്താവാണ് കേട്ടോ. ശൂലൻ അഴകനും പൂവാലിയും അല്ലെ, ശൂലാപ്പ് കാവ് എന്ന ഉദ്ദേശിച്ചെടുത്തത്. അപ്പോൾ അവർ മുട്ടയിടാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ശൂലാപ്പ് കാവിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പോകുന്ന യാത്രയിൽ അവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കഥയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ആ യാത്രക്കിടയിൽ അവർ പലതരത്തിലുള്ള പ്രതിസന്ധികൾ എന്ത് ചെയ്യുന്നു, തരണം ചെയ്യാണ്. അപ്പോൾ ഏറ്റവും പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളാണ് കേട്ടോ. മനുഷ്യരെന്ത് ചെയ്യാണ്, പുതിയ കാലത്തെ മനുഷ്യരിങ്ങനെ പ്രകൃതിയെ ഇങ്ങനെ അങ്ങേയറ്റം ചൂഷണം ചെയ്ത് ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്നത് അല്ലെ. കുഞ്ഞു മത്സ്യങ്ങളായിക്കോട്ടെ എന്തും അല്ലെ, മനുഷ്യൻ എല്ലാ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും ആർക്കുള്ളതാണ്, മനുഷ്യൻ അല്ലെ, നമുക്ക് മാത്രമുള്ളതാണെന്നാണ് നമ്മളുടെ വിചാരം അല്ലേ. നമ്മളുടെ വീട്ടിലൊരു എട്ടുകാലിക്ക് നിന്നൂടാ, ഒരു പല്ലിക്ക് തിന്നൂടാ. നമ്മളുടെ പറമ്പിൽ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ ആ മാങ്ങ നമ്മൾ തിന്നിട്ട് ബാക്കിയുള്ള നമ്മൾ കവറ് കെട്ടി വെക്കും. കാരണം ഒന്നും അല്ലേ, നമ്മളെ വീട്ടിലൊരു എലി വന്നുകൂടാ, പൂച്ച വന്നുകൂടാ അല്ലേ. അപ്പോൾ നമ്മൾ മതിൽ കെട്ടി വേർതിരിച്ച് ഈ ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളും മതിൽ തിരിച്ച് നമ്മളുടേതാക്കുകയാണ്. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് പണ്ട്, ബഷീർ അല്ലേ, ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ പ്രകൃതിയിലുള്ള കാട്, എല്ലാ മലകള്, കുന്ന്, പുഴ, തോട്, അങ്ങനെ എല്ലാം കയ്യേറി മനുഷ്യൻ എന്ത് ചെയ്യാണ്, അവൻ്റേത് മാത്രമാക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ താഴേക്കുള്ള മനുഷ്യനല്ലാത്ത മറ്റ് ഇതര ജീവികളെയൊക്കെ എന്ത് ചെയ്യാണ്, ഇല്ലായ്മ ചെയ്യാണ്. അപ്പൊ പലതരത്തിലുള്ള ജീവികളും എന്ത് ചെയ്തു, ഇന്ന് വംശനാശം തന്നെ സംഭവിച്ച് ഭൂലോകത്ത് തന്നെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് അല്ലെ, മനുഷ്യൻ ഇങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ ഇടപെട്ട് പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ക്ഷതം എന്ത് ചെയ്യാണ്, നമ്മളുടെ കഥയിൽ ഇങ്ങനെ അല്ലെ ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യുന്നു, അടയാളപ്പെടുകയാണ്. പിന്നെ മഴയുടെ അഭാവം, മീൻവേട്ടക്കാര്, കാവിന്റെയും പുഴകളുടെയും നാശം തുടങ്ങി മത്സ്യവംശത്തിന്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാകുന്ന ഘടകങ്ങൾ എന്താണ്, കഥയിൽ വളരെ പ്രത്യേകമായി തന്നെ അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ പ്രകൃതിക്ക് മേലെ അല്ലെ മനുഷ്യൻ ഏൽപ്പിക്കുന്ന ഭീകരമായിട്ടുള്ള അല്ലെ ദുരന്തങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, കഥ ചർച്ച ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബുദ്ധസ്പർശമേറ്റ് ചിരഞ്ജീവി ആയി തീർന്ന ഒരു തവളയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ കഥയിലേക്ക് കേട്ടോ. ബുദ്ധദർശനത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ദർശനത്തിലേക്ക് അല്ലെ, എല്ലാവരും സ്നേഹത്തോടെ കഴിയേണ്ടതിന്റെ നല്ലൊരു നാളെ വരുമെന്ന് പ്രത്യാശയാവുന്ന ഒരു തവളയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റും. പിന്നെ നവോത്ഥാന
നവോത്ഥാനത്തിന്, പാരിസ്ഥിതികമായ നവോത്ഥാനത്തിന് എന്താണ്, പുതിയ കിളിപ്പാട്ടുകൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു തത്തയെ, ഒരു കിളിമകളെ എന്ത് ചെയ്യുന്നുണ്ട് കഥയിൽ അല്ലെ അംബികാസുധൻ മാങ്ങാട് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ് അല്ലെ, പക്ഷെ ആർത്തി മൂത്തു ഭ്രാന്തരായ മനുഷ്യർ എന്ത് ചെയ്യാണ്, ഭൂമിക്ക് മേലെയുള്ള കടന്നുകയറ്റം അല്ലെ ഓരോ ദിവസം കൂടുന്തോറും എന്ത് ചെയ്യാണ്, അത് പരിസ്ഥിതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും ഒക്കെ അല്ലെ അതിന്റെ ഒക്കെ അടിവേര് നശിപ്പിക്കുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിസ്ഥിതി പ്രധാനമായി വരുന്ന അല്ലെ സമീപകാലത്തുണ്ടായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള അല്ലെ പരിസ്ഥിതിയെ പ്രധാന വിഷയമാക്കിയിട്ടുള്ള ഒരു കഥയാണ് രണ്ടു മത്സ്യങ്ങൾ എന്ന് പറയുന്ന കഥാഭാഗം. രസമായിട്ട് കേട്ടോ, നല്ല രസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു കഥയാണ്. അഴകൻ, പൂവാലി, തവള, പച്ചപ്പനങ്കിളി തത്ത, ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞുതരും. പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അതിലെ ചോദ്യങ്ങൾ വരിക എന്നൊക്കെ ഉള്ളത് ടീച്ചർ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അല്ലെ നമ്മുടെ ക്ലാസ്സൊക്കെ എന്ത് ചെയ്യണം, മക്കൾ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെ ആപ്പുകളിലൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ ഓരോ പാഠം എന്ത് ചെയ്യും, അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ വേഗം അഡ്മിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വളരെ കുറഞ്ഞ സീറ്റുകളൊക്കെ നമുക്ക് ഇനിയും അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം തന്നെ അല്ലേ, വളരെ കുറച്ച് പൈസയൊക്കെയാണ് നമ്മളുടെ ഫീസായിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യണം, മക്കളെല്ലാവരും അഡ്മിഷനൊക്കെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇനിയും എന്ത് ചെയ്യണം, നന്നായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു അല്ലേ രണ്ട് മത്സ്യങ്ങളുടെ വീഡിയോ എന്ത് ചെയ്യുക, മക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം, മക്കൾ കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.